എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? നല്ല മഴയാണ് ഗൈസ്. ഇവിടെ രായും പാലും ഒരേ കണക്ക് നിന്ന് മഴ പെയ്യുവാണ്. ഇവിടെ മഴ വരാൻ ലേറ്റായി, അതായത് ബോംബെയിൽ. നമ്മുടെ കേരളത്തിലും ഇപ്പം മഴ നടക്കുവാണ്, നല്ല മഴ പെയ്യുന്നു. കിച്ചുവിനെയും രേണുവിനെയും സംബന്ധിക്കുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് ആദ്യം ഇന്നലെ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നാട്ടുകാരും വീട്ടുകാരും ഓൺലൈൻ റിയാക്ഷൻകാരും എല്ലാവരും കിച്ചുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താണ് നീ ഇത്രയും വയ്യാതായി കിടക്കുന്ന നിന്റെ അമ്മയെ കാണാൻ പോവാത്തതെന്ന്. അപ്പോൾ അതിന്റെ മറുപടിയായിട്ട് കിച്ചു ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞു, എല്ലാവരുടെയും വിഷമം മാറട്ടെ, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോകുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് കിച്ചു ഒരു ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഋതപ്പനുമായിട്ട് നിൽക്കുന്നത്. രേണുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഋതപ്പനുമായിട്ടുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീടും നീ എന്നാലും പോയെന്നാലും ചെയ്തത് ശരിയല്ല, നീ നല്ലൊരു മനസ്സിനുടമയല്ല, നീ നിന്റെ അമ്മയെ സഹായിക്കുന്നില്ല, നീ നിന്റെ അമ്മയെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കിച്ചുവിനെ അങ്ങ് കുറ്റം പറിച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണു കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, എന്നെ കിച്ചു കാണാൻ വന്നിട്ടില്ല, ഞാൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമല്ലേ, എന്നിട്ടും എന്നെ കിച്ചു കാണാൻ വന്നിട്ടില്ല, എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് ഈ സോഷ്യൽ മീഡിയക്കാര് കിച്ചുവിനെതിരെ തിരിഞ്ഞത്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഒരു ആളുടെ വീഡിയോയ്ക്ക് മറുപടി പറയുന്നത് പോലെ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് രേണുവിനെ കാണാൻ, അതായത് കിച്ചുവിന്റെ അമ്മയെ കാണാൻ പോവാഞ്ഞത് എന്നുള്ളതിനെ പറ്റി. നമുക്ക് ആദ്യം കിച്ചു ഇട്ട വീഡിയോ ഒന്ന് കാണാം. വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളുകൾ വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാൻ കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഹാറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾ ഉറങ്ങിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പോൾ അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കിത് അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്ക് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു വന്നത്. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാനിപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നത്. അപ്പൊ രേണുവിന്റെ ഈ ഒരു വീഡിയോ വന്നപ്പോ നമ്മളെല്ലാവരും ഒന്ന് പറഞ്ഞതാണ്, രേണു ഋതപ്പനെ കുറിച്ചും കിച്ചുവിനെ കുറിച്ചും ഒന്നും ആലോചിച്ചില്ല. ഋതപ്പൻ ചെറുതാണ്, കിച്ചു വലിയൊരു കുട്ടിയാണ്, 22 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയെ കുറിച്ചും ആലോചിക്കാതെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നതെന്ന് അന്ന് നമ്മളെല്ലാവരും വിമർശിച്ചതാണ്. പക്ഷെ അന്നൊന്നും രേണുവിന് അതൊന്നും ഒരു മൈൻഡേ അല്ലായിരുന്നു. രേണു എന്താ വിചാരിച്ചത്, എനിക്ക് എങ്ങനെയായാലും മതി, പൈസ കിട്ടുന്നുണ്ടല്ലോ അത് മതി എന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ 22 വയസ്സായ അമ്മ എന്നാണല്ലോ രേണു പറയുന്നത്, അതായത് കിച്ചുവിന്റെ അമ്മയാണല്ലോ ഞാൻ, കിച്ചു എന്റെ മോനാണ്, ഞാൻ അവനെ എന്റെ മോനെ കണക്കാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുമ്പോൾ രേണു ആലോചിക്കണമായിരുന്നു, എന്റെ മോൻ എന്നോട് തിരിഞ്ഞെന്ന് ചോദിക്കും. ഋതപ്പൻ എന്തായാലും ചോദിക്കാറായില്ല, കാരണം ഋതപ്പൻ അത്രയ്ക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ കിച്ചുവിന് മനസ്സിലാവുന്നുണ്ട്, കിച്ചു ചോദിക്കും എന്നൊരു വിചാരം രേണുവിന് വേണമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെയാണ് രേണു വീഡിയോയിൽ ഇട്ടുകൊണ്ടിരുന്നത്. ആർക്കും കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം അന്നേ നമ്മളെല്ലാവരും പറഞ്ഞായിരുന്നു കിച്ചുവിന് ഇത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, കാരണം കിച്ചു പുറത്തൊക്കെ ഇറങ്ങി സഹകരിക്കുമ്പം കിച്ചുവിന്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഓരോന്ന് പറയും എടുക്കും എന്നൊക്കെ നമ്മളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യം. അപ്പോൾ കിച്ചു പറയുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഇത്രയും അപമാനിച്ചത് കൊണ്ട് അമ്മയെ കാണാൻ പോയില്ല, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് കിച്ചു പറയുന്നത്. അത് ഇപ്പം നമുക്ക് കിച്ചു പറയുന്നതിൽ നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റത്തില്ല. 22 വയസ്സായ ഒരു പയ്യൻ ഇങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും അല്ലേ? ഓക്കെ,
ഇത് ഇന്നലെ നമ്മുടെ കിച്ചു ഇട്ട വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള മറുപടിയായിട്ട് രേണു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. രേണുവിന് ഒരു ഒട്ടും നൂന്നിരിക്കാൻ പോലും വയ്യ, ഒട്ടും ഓർമ്മയില്ല, പല കാര്യങ്ങളും മറക്കുന്നു, പിന്നെ ഒട്ടും വയ്യ എന്ന് പറഞ്ഞ ആൾക്ക് സകലതും ഓർമ്മയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളത് കേട്ട് നോക്ക്, എന്നിട്ട് നിങ്ങൾ പറ. വെറുതെ വിട് കിച്ചു, കിച്ചുവിനെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളും അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിട്ട് ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്. നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ വരെ ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന്റെ ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള നിന്നെ ഇട്ടിട്ട് പോയതൊട്ട് 1.5 വയസ്സുള്ള ഒട്ടക്കാലം വരെ എന്നോട് നീ പറഞ്ഞു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ കിച്ചു. നീ ഇപ്പോഴല്ലേ, 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നു. നീ ഇത്രയും വരുമാനം കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കുക. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു. നിന്റെ ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളൂ പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. ഒന്നും ഓർമ്മയില്ലാന്ന് പറഞ്ഞ ആളാ ഇപ്പൊ പറയുന്ന കേട്ടില്ലേ. കിച്ചുവിന്റെ പല കാര്യങ്ങളും ഓർമ്മയുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് രേണു പറയുന്നത്. അപ്പം രേണു 2 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ രേണു പറയുന്നുണ്ടായിരുന്നു രേണുവിന് ഒന്നും ഓർമ്മയില്ല, ഓർമ്മ ശക്തി കുറയുന്നു, മുടി കൊഴിയുന്നു, പിന്നെ ദേഹം പൊട്ടിപ്പൊളിയുന്നു എന്നൊക്കെ പറഞ്ഞ ആളാണോ ഇത്? എന്താ എനർജി? ഒട്ടും വയ്യ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞ ആളാണോ ഇത്? പക്ഷെ രേണു എഴുന്നേക്കണം, ഇരിക്കണം, എല്ലാം നല്ല എനർജി ആവണം, ഒക്കെ ആവണം. പക്ഷേ 2 ദിവസം മുന്നേ പറഞ്ഞ ആളെ അല്ലല്ലോ ഇത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് പറയുന്നത് എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് ഓർമ്മശക്തി, ഓക്കെ, എനർജി ഇപ്പം ഇത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന്, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് എനർജി കിട്ടിയെന്ന് വിചാരിച്ചോ. പക്ഷെ ഓർമ്മയൊന്നും ഇല്ല, ഓർമ്മ പോകുന്നു എന്നൊക്കെ എന്തിനാണ് പിന്നെ കള്ളം പറയുന്നത്? എന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ. കിച്ചുവിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പാടില്ലാത്ത പറയിപ്പിക്കരുത്, എന്നെ കൊണ്ട് കേസായിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്, നിനക്ക് അന്ന് കേസ് ഉണ്ടായിരുന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ അളിയനേ ഉണ്ടായിരുന്നുള്ളൂ, ചേച്ചിയും ഉണ്ടായിരുന്നുള്ളൂ, ഇതൊക്കെ രേണുവിന് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കിച്ചു നേരത്തെ വന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഓക്കെ, പല മനുഷ്യരും പലതും, രേണുവും പല തെറ്റുകളും ചെയ്തിട്ടില്ലേ. കല്യാണത്തിന് മുന്നേയും വേറൊരാളെ വിവാഹം കഴിച്ചു, എന്നിട്ടും രേണു പറഞ്ഞിട്ടില്ല ആദ്യത്തെ വിവാഹമാണെന്നാണ് ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിലെല്ലാം വന്ന് പറഞ്ഞത്. അതേ കണക്ക് രേണു പല തെറ്റുകളും ചെയ്തിട്ടില്ലേ, അതേ കണക്ക് കിച്ചുവും ചെയ്തിട്ടുണ്ട്. പക്ഷേ തെറ്റുകൾ ചെയ്തിട്ട് പുതിയ ഒരാളായി നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടും വീണ്ടും കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുകയും നിന്റെ കാര്യങ്ങൾ നീ ഓർക്കണം, നിന്റെ അറിയണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കിച്ചു വന്നിട്ട് എന്താ പറഞ്ഞത്? ഇപ്പോ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അമ്മ ഇങ്ങനെ ഇട്ട വീഡിയോകളൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് കാണാൻ പോയില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ രേണുവിന്റെ പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊന്നും കിച്ചു ഒന്ന് പറഞ്ഞില്ലല്ലോ. കിച്ചു പറഞ്ഞത് കിച്ചുവിന്റെ കാര്യങ്ങളാണ്. അതായത് കുറച്ചു നാൾ മുന്നേ കിച്ചു ഇട്ട വീഡിയോയിലും കിച്ചു പറഞ്ഞെന്താ, കിച്ചു അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ രേണു അങ്ങനെയായിരുന്നു, രേണു ഇങ്ങനെയാണ് ജീവിച്ചത് എന്നൊന്നും രേണുവിനെ ഒന്നും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. രേണു പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഈ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണണം. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ള ആളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, എന്റെ കൊച്ചിന് വേണ്ടി തന്നെ വെറുതെ വിട്ടേക്ക്. നമസ്കാരം, ശരിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ടെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ അതല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചുന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്. അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ പിന്നെ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ഐസിയുലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുൽ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തുന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ,
ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എൻ്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കും. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സാർ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അപ്പോൾ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോൾ കിച്ചു ആഹാ, അപ്പം ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. തുടങ്ങി അന്നാണ് നിങ്ങൾ ഓർത്തോണം, എൻ്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാം ഇപ്പോ കിച്ചുവും രേണുവായിട്ടുള്ള ചാറ്റ് കാണിക്കുന്നു. അതായത് കിച്ചു ചാറ്റ് കാണിച്ചാണല്ലോ സംസാരിച്ചത്. അപ്പൊ അതിന് മറുപടിയായിട്ട് കിച്ചുവിന്റെ ചാറ്റ് രേണു കാണിക്കുന്നുണ്ട്. പക്ഷെ രേണു കാണിക്കുന്ന ചാറ്റ് രേണു ആദ്യം, അതായത് സ്റ്റാർട്ടിങ്ങിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ 500 സബ്സ്ക്രൈബർ ആയിട്ടുള്ള അന്നേരത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ രേണു തന്നെ പറഞ്ഞു, ഞാൻ ഈ സബ്സ്ക്രിപ്ഷനിൽ പാട്ട് പാടും, കഥ പറയും, അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷെ ആദ്യമൊന്നും അവരങ്ങനെയൊന്നുള്ള വൃത്തികേടൊന്നും കൊണ്ടുവന്നിട്ടിട്ടില്ല. അപ്പൊ കിച്ചു പറഞ്ഞു ഓക്കെ നല്ലതാണ്, ഗുഡാണ്, നല്ലതാണ്, അപ്പൊ ആളുകൾ കൂടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ ഗുഡാണെന്ന് പറയുന്നു. കാരണം അവനും വിചാരിച്ചിട്ടുണ്ടാവും അമ്മ ഇതണക്കുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇടത്തുള്ളൂ, ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊന്നും ഇടുമെന്നുള്ള കാര്യം കിച്ചുവിന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ലാസ്റ്റിലൊക്കെ അല്ലേ ഈ രേണു ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. ആദ്യമൊക്കെ സബ്സ്ക്രിപ്ഷനിൽ നല്ല കാര്യങ്ങളാണ് ഇട്ടത്, അതുകൊണ്ട് കിച്ചു പറഞ്ഞു നല്ലതാണ്, ഗുഡാണെന്ന്. അതിനെ പിടിച്ചു വെച്ചിട്ട് അന്നത്തെ ചാറ്റും പൊക്കി പിടിച്ചോണ്ടാണ് ഇപ്പൊ രേണു വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അതായത് കൊള്ളരുതാത്ത അശീലങ്ങളായിട്ടുള്ള വീഡിയോകൾ ഇട്ടതിന് ശേഷമുള്ള ചാറ്റൊന്നും രേണു കാണിക്കുന്നില്ല. അതിനുശേഷമുള്ള കിച്ചു പറഞ്ഞത് എന്താണെന്ന് അത് കാണിക്കൂ. അതല്ലേ കിച്ചു കാണിച്ചത്. ആ ചാറ്റ് എന്താണ് രേണു കാണിക്കാത്തത്? രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ ഉള്ള അന്നേരത്തെ ചാറ്റാണ് എടുത്ത് കാണിക്കുന്നത് അല്ലേ? നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, കിച്ചു 2 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എൻ്റെ മെറ്റത്ത് കയറാൻ വരരുത്. മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എൻ്റെ മെറ്റത്ത് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വരും. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നു. നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുക്കുക. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളൂ പൈസ, അതിന് കണക്ക് പറഞ്ഞല്ല. അപ്പോഴത്തെ ഘട്ടങ്ങളിൽ പോലും ഞാനുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ അതാണ് രേണു പറയുന്ന. ഇപ്പോഴും നിനക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ, അതാണ് രേണുവിന്റെ പ്രോബ്ലം. രേണുവിന് വരുമാനം കുറഞ്ഞു, കിച്ചുവിന് നല്ല വരുമാനം ഉണ്ട് ഇപ്പോ. അപ്പൊ കിച്ചുവിന് നല്ല വരുമാനം ഉണ്ടല്ലോ, അതിൽ നിന്നും ഋതപ്പൻ ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുത്തിട്ടില്ല എന്നതാണ് രേണു പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും കണ്ടതാണ് കിച്ചു സുതിലയത്തിൽ വന്നിട്ട് ഋതപ്പനെയും കൂട്ടി പുറത്തു പോകുന്നതും അവന് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതും അവനെ കൊണ്ട് കറക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്നിട്ട് ഇപ്പൊ കിച്ചു തന്നെ 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ രേണുവിനെ കാണാൻ വന്നിരുന്നു, പക്ഷേ രേണു ഇല്ലായിരുന്നു, രേണു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അവിടെ പോയി കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഋതപ്പനെ കണ്ട് ഋതപ്പന് വേണമെന്നതെല്ലാം കൊടുത്തിട്ടാണ് കിച്ചു തിരികെ വന്നതെന്നാണ് കിച്ചു പറഞ്ഞത്. ഇപ്പൊ രേണു പറയുന്നത് ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. അല്ല ഇനിയിപ്പം രേണു ഇപ്പൊ അവരുടെ ഭാഗം ശരിവെപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. എഴുന്നേറ്റ് നിന്നിരിക്കാൻ വയ്യാതെ ആയിട്ടും വീട്ടുകാരും എല്ലാവരും വീഡിയോ കാണിച്ചു കൊടുത്ത് എന്നിട്ട് എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു എഴുന്നേക്കാൻ വയ്യ, തീരെ അവശതയോടെ രേണുവിനെ കണ്ടിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരുപാട് കമന്റുകൾ കണ്ടായിരുന്നു. രേണു ഈ അസുഖം അഭിനയിക്കുന്നതാണ്, രേണു പണ്ടത്തെ കൂട്ട് നേരത്തെ കൂട്ടൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൂട്ട് അഭിനയമാണ് രേണുവിന്റെ, അല്ലാതെ ഇതൊന്നും റിയൽ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുടെ മെസ്സേജ് രേണുവിന്റെ വീഡിയോയുടെ അടിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് തോന്നി അപ്പൊ ഇവരങ്ങ് അഭിനയിച്ച് തകർക്കുമല്ലായിരുന്നു. അങ്ങ് കിടക്കുന്നു, മുടി മുറിക്കുന്നു, എനിക്ക് തോന്നുന്നു ഈ മുടിയൊക്കെ മുറിച്ചതൊക്കെ അവരുടെ മുഖത്തിന് ഒരു ഇങ്ങനെ ഒരു
ഒരു ഒട്ടും സുഖമില്ലാത്ത ആളെന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അത് മുടിയൊക്കെ കെയർ ചെയ്യാനായിട്ടൊക്കെ നല്ല ഇത് വേണ്ടേ. പക്ഷേ കീമോ ഒക്കെ തുടങ്ങുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര പെട്ടെന്നൊന്നും മുടി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഒരു വിഷമഭാവം തോന്നിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എന്തോ എനിക്കറിയത്തില്ല. അന്ന് ഇവിടെ പോയില്ലായിരുന്നു, ഇവിടെ ബിഗ് ബോസിൽ പോയപ്പോഴും ഇത് കണക്കല്ലായിരുന്നു. അവരുടെ കെയർ ചെയ്യാതെ, അതായത് സ്വന്തം ശരീരത്തെ കെയർ ചെയ്യാതെ തലയിൽ മുഴുവൻ പേനും പിടിപ്പിച്ച് കുളിക്കത്തുമില്ല, അങ്ങനെയൊക്കെ അല്ലായിരുന്നു അവർ നടന്നിരുന്നത്. ഇപ്പൊ അസുഖം കൂടെ വന്നപ്പോൾ അത് കണക്കൊക്കെ ആയിരിക്കും. അപ്പം അത് നന്നായിട്ട് കെയർ ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞെന്ന് തോന്നുന്നുണ്ട് അല്ലേ. എന്തുവായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കിച്ചുവിന്റെ ഭാഗത്താണ് ശരി. ഓക്കെ, രേണുവിന് അസുഖം പെട്ടെന്ന് മാറട്ടെ. പക്ഷെ ആ ഒരു അസുഖം മുതലെടുത്തുകൊണ്ട് ഇനി അന്ന് വിധവാ കാർഡ് ഇറക്കിയത് കൂട്ട് ഇപ്പം ക്യാൻസർ കാർഡ് ഇറക്കി മനുഷ്യരെ പറ്റിക്കരുത്. അന്ന് കുറെ പറ്റിച്ചു. ഞാനാണ് ലോകത്തിലെ ഒരേ ഒരു വിധവ, ഇപ്പൊ അതേ കണക്ക് ഞാനാണ് ലോകത്തിലെ ആദ്യമായിട്ട് ക്യാൻസർ ബാധിച്ച ഒരു ക്യാൻസർ പേഷ്യന്റ്, ലോകത്തിൽ ഞാൻ ഒരാളെ ക്യാൻസർ പേഷ്യന്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം രേണു അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. രേണുവിനെയും കാട്ടിയും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ക്യാൻസർ അസുഖം വന്നിട്ട്. രേണുവിനൊന്നും ഇല്ലെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പൈസയുണ്ട്. രേണുവിന്റെ കൂടെ നിൽക്കാൻ രേണുവിന്റെ ചേച്ചി, ചേട്ടൻ, അമ്മ, അച്ഛൻ, മകൻ എല്ലാവരും ആൾക്കാരുണ്ട്. രേണുവിന്റെ മാനേജർ, ഇവരൊക്കെ രേണുവിന്റെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും ആരും കൂടെ ഇല്ലാതെയും ചികിത്സിക്കാൻ പൈസ ഇല്ലാതെയും വളരെ കഷ്ടപ്പെടുന്ന, അതായത് ഇതിനുള്ള മരുന്നൊന്നും മേടിക്കാനായിട്ട് പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കയ്യിൽ വെച്ചേക്കുന്ന ഇത് തന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. അത് രേണുവിനാണ് തുടങ്ങിയത് എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ രേണുവിന് കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഇത്ര പോലും ഫെസിലിറ്റീസോ ഇത്ര പോലും ഒരു പൈസയോ ഒന്നും ഇല്ലാത്ത ഒരുപാട് ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം, അവരെ നമുക്ക് സഹായിക്കാം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടിയിട്ട് വിഷമിക്കാം. രേണുവിന് ഇപ്പൊ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, പൈസയും ഉണ്ട്. അതുകൊണ്ട് പിന്നെ അവർ ട്രീറ്റ്മെന്റ് ചെയ്യട്ടെ. പക്ഷെ അസുഖം പെട്ടെന്ന് തന്നെ ഭേദമാവട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇങ്ങനെ ഒരു അസുഖം ഇനി ആർക്കും, രേണുവിനെന്നല്ല ആർക്കും വരരുത് എന്നുമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് രേണുവിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ.